Hello, everybody. This is an orientation program for Kerala set. So we will also be speaking in Malayalam. Kerala set മറ്റുള്ള സ്റ്റേറ്റ്സിലെ സെറ്റിനേക്കാളും കുറച്ച് വ്യത്യാസമാണ്. മറ്റുള്ള സ്റ്റേറ്റിലെ സെറ്റുകൾ നെറ്റ് പോലെയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലെ സെറ്റ് ഇതിനു മുമ്പ് ഹയർ സെക്കൻഡറിക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ളതായിരുന്നുകൊണ്ട് കുറച്ച് വ്യത്യാസമുണ്ട്. കുറേയൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ കുറേയൊക്കെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും അതിനകത്തുണ്ട്. നല്ലോണം ഒന്ന് പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും. പക്ഷെ പഠിക്കാണ്ട് എഴുതിയാൽ ചിലപ്പോൾ ഒരു റിസ്ക് ഉണ്ട്. കാരണം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് നല്ല ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ പണ്ടൊക്കെ വെറും സിമ്പിൾ ക്വസ്റ്റ്യൻസാണ് ചോദിക്കാറ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് എങ്കിലും നല്ല നെറ്റ് സ്റ്റാൻഡേർഡാണ്. നെറ്റുകാരുടെ അടുത്ത് ചോദിച്ചാലും അവർക്ക് അറിയുണ്ടാവില്ല. ഇത് എഴുതുന്ന പലരും നെറ്റും കൂടി എഴുതുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ല അസലായിട്ട് പഠിക്കണം. ഒന്നും ഉഴപ്പി ഇങ്ങനെ വെറുതെ നോക്കി കൊണ്ടുപോയി പഠിക്കാണ്ട് നല്ല അസലായിട്ട് പഠിക്കണം. ഒരൊറ്റ പ്രാവശ്യം അങ്ങനെ പഠിച്ചാൽ മതി. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ എന്ത് പരീക്ഷ നമ്മൾ ലിറ്ററേച്ചറിൽ എഴുതിയാലും നമുക്കത് ഉപകരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി സൂപ്പർഫിഷ്യലായിട്ട് ഉഴപ്പി പഠിച്ചു, വേറൊരു പരീക്ഷയ്ക്ക് വേണ്ടി നല്ലോണം പഠിക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്യണ്ട. എപ്പോഴും ആദ്യം തന്നെ ഇങ്ങോട്ട് നല്ല വൃത്തിയായിട്ട് പഠിക്കണം. അപ്പോൾ അത് എളുപ്പമായിട്ട് മാറും എല്ലാ പരീക്ഷയും. ഒരു ഒറ്റ പ്രാവശ്യം പഠിച്ചുകൊണ്ട് പലതും പഠിക്കാൻ പറ്റും. ഇതിൽ പേപ്പർ 1 പേപ്പർ 2 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ BEdന്റെ ടോപ്പിക്സ് വളരെ പ്രധാനമാണ്. ELTയും പേപ്പർ 1ലും പേപ്പർ 2ലും ഉണ്ടല്ലേ ജോബിൻ? നിങ്ങൾ യൂട്യൂബിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് എന്നെയും ജോബിനെയും അറിയാമായിരിക്കും. ഞാൻ കല്യാണി വല്ലത്ത്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് ജോബിൻ ഡേവിഡ്. ജോബിൻ വെൻസ്ഡേസിൽ ഒരു നെറ്റിൻ്റെ ഒക്കെ പേപ്പർ 1 ക്ലാസ് നടത്താറുണ്ട് നമ്മുടെ ചാനലിൽ. ജോബിൻ പിന്നെ ജോബിൻ്റെ കൂടെയുള്ള ഒരു ടീം, നമ്മളെല്ലാവരും കൂടിയാണ് പേപ്പർ 1 പഠിപ്പിക്കുന്നത്. പേപ്പർ 2ന് നിങ്ങൾക്ക് ടീമുണ്ട്. ഒരു ടീം ഓഫ് പാനൽ ഓഫ് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ആഴ്ചയിൽ 5 ദിവസവും ക്ലാസ് വയ്ക്കാം എന്നാണ്. വൈകുന്നേരങ്ങളിൽ ഒരു 1-1.5 മണിക്കൂർ നേരം. കാരണം അപ്പം ടച്ച് വിടാതിരിക്കുക. അല്ലെങ്കിൽ അപ്പോഴിപ്പോഴൊക്കെ മാത്രം കൂടുതലായിട്ട് വെച്ചാൽ എന്താ വെച്ചാൽ നമ്മൾ പിന്നെ അടുത്ത ദിവസം പഠിക്കാണ്ടിരിക്കും. അങ്ങനെ അത് പോകും. അതിന് പകരം എല്ലാ ദിവസവും കുറച്ച് പഠിച്ച് പിന്നെ സാറ്റർഡേ സൺഡേ ഇരുന്ന് നല്ലോണം പഠിക്കുക. അങ്ങനെ അന്ന് വെച്ചാൽ സാറ്റർഡേ സൺഡേ ക്ലാസ്സേ വേണ്ടാന്നല്ല, ചിലപ്പോൾ സാറ്റർഡേ സൺഡേയും കൂടി ഇടയ്ക്കൊക്കെ ക്ലാസ് വെക്കേണ്ടി വന്നേക്കും. അങ്ങനെയാണ് നമ്മുടെ കോഴ്സ് ഇവിടെ വിചാരിക്കുന്നത്. അപ്പോൾ ജോബിൻ പേപ്പർ 1നെ കുറിച്ച് ആദ്യം എന്തൊക്കെയാണ് അതിലുള്ളത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഒന്ന് സംസാരിക്കും. അത് കഴിഞ്ഞ് ദെൻ ഐ വിൽ ടോക്ക് അബൌട്ട് പേപ്പർ 2. അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. 1 മണിക്കൂർ നേരത്തെയാണ് ഏകദേശം ഈ ഓറിയന്റേഷൻ. 45 മിനിറ്റ് ഒക്കെ ആകുമ്പോഴും നമുക്ക് നിർത്താം. എന്നിട്ട് നമ്മുടെ കേരള സെറ്റ് കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് 2 ദിവസത്തിനകം ക്ലാസ് തുടങ്ങും. അത് ഗ്രൂപ്പിൽ നമ്മൾ അറിയിക്കാം. കുറച്ച് പേര് കേരള സെറ്റിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അധികം പേരില്ല, ചെറിയ ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് നല്ല ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് ഓരോരുത്തരെയും നല്ല രീതിയിൽ പാസ്സാക്കിപ്പിക്കാൻ പറ്റും. അപ്പോൾ ജോബിൻ, over to you. Please talk about paper 1. Thank you, ma'am. Guys here in Zoom and also in YouTube, we'll have a session on like how paper 1 is going to happen in Kerala set. Ma'am, just can you give me the access for share? Yes. You have to share the screen, right? Yeah, yes. All right. Please go ahead. Yeah, thank you. So paper 1, as ma'am said, we'll talk in Malayalam this time because as it is Kerala set, what we are going to have. Paper 1നെ പറ്റി പറയുകയാണെങ്കിൽ based on the net exam, എപ്പോഴും ടഫ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ when we go to the mathematical part and also to the data interpretation part, there is a little bit ഒരു ടഫ്നെസ് ഉള്ള ഘടകമാണ് ഈ പേപ്പർ 1 എന്ന് പറയുന്നത്. There is a thing called ഒരു ടഫ് വരും. That because based on ഈ ഒരു English literature ആയതുകൊണ്ട് you are not in touch with the maths papers. So luckily in paper 1 you don't have data interpretation in set exam. So that is a very lucky factor that you have. Data interpretation illa.
paper 1, the major issue that you face in all those net exams that you write, the first question will be from the data interpretation, and like whenever I am taking classes, I will tell that like that can cause mental disturbance, or like it can affect your like what confidence actually. So if you are not getting, so luckily KSET I'm going to topic or portion illa, but maths portions on, and also the syllabus of paper 1 is a little bit wide, but it's really lengthy syllabus on. And also we have a topics of cool, but when you check the questions from the PYQ and all, simple questions that as ma'am said, പഠിച്ചാൽ you can attempt it. പഠിച്ചാൽ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള type of questions ആണ് സെറ്റിന് കൂടുതലും വരിക. കുറച്ചേറെ current affairs ഒക്കെ ഉണ്ട്. We'll look onto the syllabus first, then some PYQs I have prepared. ആ ഒരു question pattern എങ്ങനെയൊക്കെയാണ് വരിക എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് പോവാം. Okay, can we start? Yes. Unit 1 എന്ന് പറയുന്നത് it is general studies. Like we don't have this thing for the net. Basically ഇതൊരു എന്താ പറയാ proper general studies തന്നെയാണ്. What you study for a PSC exam or a UPSC exam, module 1 you should study of all general science, that's mathematics, like statistics, physics, chemistry, biology, basics, like class 10 level up to class 10 level, you should study all general science and maths. Basically the questions can come from physics, chemistry and biology. More questions can come from physics, chemistry and biology. When you look onto the questions, like when I refer to the questions and also PYQs, if you are familiar with, കുറച്ച് one word type questions ഒക്കെ ആയിരിക്കും കൂടുതൽ ചോദിക്കുക. അപ്പം നമുക്ക് ടേംസിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ, if you are very aware of concepts of terms, പക്കായിട്ട് നമുക്ക് അറിയാമെങ്കിൽ it will be great. Module 2 social science, economic, history, geography, Indian polity ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. Humanities, literature, as you know, like this module 3 is very important. Like it will be easy for you as it is world and Indian literature ഒക്കെ അരച്ച് കലക്കി കുടിച്ചവരാണ് നിങ്ങൾ എല്ലാവരും, ഇംഗ്ലീഷ് ലിറ്ററേച്ചർകാർ. അപ്പൊ ഒബ്വിയസ്ലി അത് ഈ ലിറ്ററേച്ചർ പാർട്ട് നിങ്ങൾക്ക് ഈ ജനറൽ സ്റ്റഡീസ് വരുന്ന ഭയങ്കര എളുപ്പമായിരിക്കും, ബിക്കോസ് അത് ഓവർലാപ്പിംഗ് ആണ്, അവിടെ ഉണ്ടാവും. ആർട്ട് ആൻഡ് കൾച്ചർ ഓൾസോ ഇസ് ദർ. വെൻ ഐ കം ടു ദ ജനറൽ സ്റ്റഡീസ് പാർട്ട്, ഇതൊരു UPSC സിലബസിന്റെ ഒരു മിനിയേച്ചർ ഫോം ആണെന്ന് കൂടി പറയാം. ബട്ട് അത്രയും ലെവലില്ലെങ്കിൽ, പക്ഷെ ഒരു UPSC അല്ലെങ്കിൽ PSC എക്സാംസിന്റെ ജനറൽ ലെവൽ കൂടിയാണ്. മൊഡ്യൂൾ 4 കേരള സ്റ്റഡീസ്, അവിടെയാണ് ഇറ്റ് ഇസ് ഡിഫറെന്റ്. സോ കേരള സ്റ്റഡീസിന്റെ സോഷ്യൽ റിഫോംസ്, നാഷണൽ മൂവ്മെന്റ്സ്, കേരളവുമായി ബന്ധപ്പെട്ട സോഷ്യൽ റിഫോംസ് ഉണ്ടാവും, ആർട്ട് ആൻഡ് കൾച്ചർ ഉണ്ടാവും, ലിറ്ററേച്ചർ ഉണ്ടാവും, കേരള സാഹിത്യം. അപ്പൊ ഇതൊക്കെ this is all what we have in yes, this is all what we have in the like unit 1 general studies modules. Okay, going to the unit 2 language and reasoning. Basically like you should not what എന്താ പറയാ, ലിറ്ററേച്ചർ ആരോട് പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. എന്താണ് മൊഡ്യൂൾ 1 വരിക, മൊഡ്യൂൾ 2 വരിക, ലൈക് ലാംഗ്വേജ് ആൻഡ് റീസണിംഗിൽ വരിക. കോംപ്രിഹെൻഷൻ ആൻഡ് വൊക്കാബുലറി, വെരി ബേസിക് തിങ്സ് ആൻഡ് കോംപ്രിഹെൻഷൻ, ലൈക് വി ഹാവ് ഇറ്റ് ഫോർ നെറ്റ് ഓൾസോ. കോംപ്രിഹെൻഷൻ, ഒരു പാസേജ് കാണും, അതിനെ കോംപ്രിഹെൻഡ് ചെയ്യുക. വൊക്കാബുലറി ഓൾസോ സെയിം തിങ്, മീനിങ്, അനോണിംസ്, ആന്റോണിംസ്, സിനോണിംസ് ഒക്കെ കാണാനുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവും. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ലൈക് എന്താ വേർബ്, അതുപോലുള്ള കാര്യങ്ങൾ, കൺജങ്ഷൻ ഫിൽ ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, ബിക്കോസ് ഇംഗ്ലീഷ് ഗ്രാമർ ആണ്, യു നോ ദാറ്റ്. And logical reasoning and analytical ability, where you have logical reasoning, we don't have any എന്താ പക്ക നെറ്റിന് പോലുള്ള പോലെ ലോജിക്കൽ റീസണിംഗ് we don't, like for example സിലോജിസം അങ്ങനെയൊന്നും ഇല്ല. സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. നമ്പർ സ്കിൽസ്, അതുപോലുള്ള റീസണിംഗ്, ബ്ലഡ് റിലേഷൻ, അതുപോലുള്ള റീസണിംഗ് ടൈപ്സ് ആണ് കൂടുതലായിട്ട് വരിക. അനലിറ്റിക്കൽ എബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ മൊഡ്യൂൾ 3 വരിക. മൊഡ്യൂൾ 4 ന്യൂമറസി സ്കിൽസ്, ഈ ഞാൻ പറഞ്ഞില്ലേ പാറ്റേൺ, അതുപോലെ ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഒക്കെ, ഈ ഒരു ലെറ്റർ സീരീസ്, നമ്പർ സീരീസ് പോലുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വരിക. ലോജിക്കൽ റീസണിംഗ് കണ്ട് പേടിക്കൊന്നും വേണ്ട. സിലോജിസമോ അല്ലെങ്കിൽ ഇന്ത്യൻ ലോജിക്കോ അല്ലെങ്കിൽ വെസ്റ്റേൺ ലോജിക്കോ ഒന്നും ഇല്ല. അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള പാർട്സ് സിലബസിലില്ല. ആൻഡ് കമ്മിങ് ടു ദ യൂണിറ്റ് 3, ഇറ്റ് ഇസ് കറണ്ട് അഫയേഴ്സ്. ദിസ് ഇസ് ദ പാർട്ട് വെയർ യു ഹാവ് മോർ സിലബസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ വി ഹാവ് ലൈക്ക് ഒരു സെലക്ടഡ് സോർട്ട് ഓഫ് അല്ലെങ്കിൽ സെലക്ടഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എപ്പോഴും റിപ്പീറ്റഡ് ആണ്. ലൈക്ക് വെൻ ഐ ചെക്ക് ദ PYQs, ഒരു സെലക്ടഡ് പാർട്ട് എപ്പോഴും റിപ്പീറ്റഡ്, കാരണം എൻവയോൺമെന്റൽ ഇഷ്യൂസ് എപ്പോഴും അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ ടെക്നോളജി, ഇതൊക്കെ എപ്പോഴും ഒരു 1 or 2 ടൈപ്സ് ഓഫ് ക്വസ്റ്റൻസ് എപ്പോഴും റിപ്പീറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സോട് നമുക്കൊരു എന്താ പറയാ, ഇറ്റ് വിൽ ബി ലൈക്ക് വിൽ സ്റ്റഡി എ 1 വേർഡ്, ലൈക്ക് എന്താണ് ഈ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആരാണ്, അല്ലെങ്കിൽ UN ഫുൾ ഫോം ആണ്. ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ മതിയാകും.
ഒരു ഇൻഡെപ്ത് ലേണിംഗ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഇൻഡെപ്ത് ലേണിംഗ് ഒന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല. And so modules on the technology, then environmental issues, UN and global affairs, institutions of higher learning, initiatives, new initiatives, government, state level, national level. പിന്നെ അതുപോലെ മോഡ്യൂൾ 5 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റിക്സ്. ഈ പൊളിറ്റി എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്സിൽ ജനറൽ സ്റ്റഡീസിൽ പഠിച്ചതാണ്. പിന്നെ അതുപോലെ മോഡ്യൂൾ 6 ഇവന്റ്സ്, പേഴ്സൺസ് ആൻഡ് അവാർഡ്സ് വരുന്നുണ്ട്. പിന്നെ സ്പോർട്സ് ആൻഡ് ഗെയിംസ്, ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു വൈഡ് റേഞ്ച് തന്നെ വരുന്നുണ്ട്. പിന്നെ കൾച്ചർ, ഫിലിംസ്, ലിറ്ററേച്ചർ, മ്യൂസിക്. ഇത് ഒരു PSC എക്സാമിന് പഠിക്കുന്ന ലെവൽ തന്നെയുണ്ട്. പക്ഷെ അത്രയേറെ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരില്ല. പക്ഷെ എന്നാലും കറണ്ട് അഫയേഴ്സിലേക്കൊക്കെ ഒരുപാട് ഒരു ഫോക്കസ് കൊടുത്താൽ, ആസ് യു ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ KSET, ഒരുപാട് PSC എക്സാംസ് അതുപോലെ ഒരുപാട് മറ്റ് ഗവൺമെന്റ് എക്സാംസ് ഒക്കെ എഴുതാൻ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. ദാറ്റ്സ് വെരി ക്ലിയർ. സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആൻഡ് കമ്മിങ് ടു യൂണിറ്റ് 4, ഇറ്റ്സ് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ. this part you though B.Ed ഉള്ളവരായിരിക്കും എന്തായാലും സെറ്റ് എഴുതുക. This part you have studied. ഈ യൂണിറ്റ് 4 ആൻഡ് യൂണിറ്റ് 5 ആക്ച്വലി നിങ്ങൾക്ക് ഒന്ന് റിവൈസിങ്ങിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇൻ പേപ്പർ 1. ആക്ച്വലി ഒന്ന് ടച്ച് അപ്പ് ചെയ്ത് മാത്രം എടുത്താൽ മതിയാവും. ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് അറിയാം. ബേസിക്കലി സ്കൂൾസ് ഓഫ് ഫിലോസഫി പഠിക്കണം, ജൈനിസം, വെസ്റ്റേൺ സ്കൂൾസ് ആൻഡ് ഓൾസോ ഇന്ത്യൻ സ്കൂൾസ് ലൈക്ക് ജൈനിസം, അതുപോലെ വെസ്റ്റേൺ സ്കൂൾസ് ആൻഡ് ഐഡിയലിസം, അതൊക്കെ പഠിക്കണം. പിന്നെ ഇതിന്റെയൊക്കെ പ്രൊപ്പോണൻസ് മെയിൻ ഗാന്ധിജി അതുപോലുള്ള അരിസ്റ്റോട്ടൽ ആരൊക്കെയാണ്, അതൊക്കെ പഠിക്കണം. അതുപോലെ സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ് അറിയാം, ഫങ്ഷൻസ് എന്തൊക്കെയാണ്, സോഷ്യൽ ചേഞ്ച്, അതിന്റെ ഫാക്ടേഴ്സ്. അതുപോലെ സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ് പഠിക്കണം. എഡ്യൂക്കേഷൻ സൈക്കോളജി നിങ്ങൾ പഠിച്ചതാണ്, ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ചതാണ്, സൈക്കോളജിയുടെ പല തിയറീസ് പഠിച്ചതാണ്, അഡോളസെന്റ് ആയിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, സോഷ്യോ കോഗ്നിറ്റീവ് തിയറീസ്, അതൊക്കെ വേണം. പിന്നെ ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ. പോളിസീസ് വളരെ എന്താ പറയാ, ഒരു ബ്രീഫ് ലെവലിൽ തന്നെയാണ് പഠിക്കേണ്ടത്. പക്ഷെ എന്നാലും ഒരു ഇൻഡെപ്ത് ലെവൽ അണ്ടർസ്റ്റാൻഡിംഗ് ദർ ഷുഡ് ബി. ബേസിക്കലി എഡ്യൂക്കേഷൻ പോളിസീസ് ഇൻ കേരള വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ നാഷണൽ ലെവൽ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇതൊക്കെ ഇറ്റ് ഇസ് ലൈക്ക് മോഡ്യൂൾ 1, 2, 3 and 4 യു ഹാവ് ഡെൽറ്റ് ദിസ് തിങ് ഇൻ ദ B.Ed കരിക്കുലം. അത് യു ഹാവ് സ്റ്റഡീഡ് ഇറ്റ് ഇൻ എ വെരി ഡെപ്ത് മാനർ. ഒരു ഇൻഡെപ്ത് ലേണിംഗ് നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് യു ജസ്റ്റ് ഹാവ് ടു ഹാവ് എ ജസ്റ്റ് ടച്ച് അപ്പ്, ഒരു റിവിഷൻ തന്നെ മതിയാകും. ദാറ്റ് ഇസ് വെരി ക്ലിയർ. കാരണം ഇഫ് യു see the questions in paper 1 related with foundations of education, you can just get a simple questions on. You should have a brief idea, a conceptual idea until it is very clear that you should get this thing. Okay. So when going to the 5th unit that you have is teaching, learning and evaluation. Same thing, teaching aptitude, teachers and affecting the factors. That means saying that thing like if you are preparing for the NET, teaching aptitude, same thing on. അതിനകത്ത് കുറെ ടീച്ചിങ് മെത്തേഡ്സ് എന്തൊക്കെ, ലൈക്ക് ഓഫ്ലൈൻ മെത്തേഡ്, ഓൺലൈൻ മെത്തേഡ്, പിന്നെ ലേണിംഗ് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ലേണിംഗ് ലൈക്ക് ഫാക്ടേഴ്സ് അഫക്റ്റഡ്, പല ഫാക്ടേഴ്സ് ഉണ്ടാവും. ലേണറിന്റെ ഫാക്ടർ, ടീച്ചറിന്റെ ഫാക്ടർ, ഫാക്ടേഴ്സ് ലൈക്ക് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ പല ലേണിംഗിന്റെ ഇവാലുവേഷൻ, ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ, ഫോർമേറ്റീവ്, സമ്മേറ്റീവ്, നോം റെഫറൻസ്, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ്, ഇങ്ങനെയുള്ള പല ടൈപ്സ് ഓഫ് ഇവാലുവേഷൻസ്. അപ്പൊ ദിസ് ഓൾസോ യു ഹാവ് ഡെൽറ്റ് വിത്ത് ദി എഡ്യൂക്കേഷൻ സൈക്കോളജി അല്ലെങ്കിൽ ഫിലോസഫി സൈക്കോളജി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുമ്പോൾ യു ഹാവ് ലേൺഡ് ഇറ്റ്. B.Ed കരിക്കുലം തന്നെയാണ്. അപ്പൊ B.Ed പഠിക്കുന്നതുകൊണ്ട് ഇറ്റ് ഇസ് വെരി മച്ച് ലൈക്ക് ഇറ്റ് വിൽ ബി ഈസി, വെരി ഈസി ഫോർ യു, ബിക്കോസ് ഈ യൂണിറ്റ് 4, 5 ആൻഡ് ഓൾസോ ദ നെക്സ്റ്റ് യൂണിറ്റ് വിൽ ബി യൂണിറ്റ് 6. ഇതാണ് ലാസ്റ്റ് യൂണിറ്റ് വാട്ട് വി ഹാവ്. കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജി, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. കമ്മ്യൂണിക്കേഷൻ നമ്മൾ ബേസിക്കലി വെർബൽ, നോൺ വെർബൽ ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെയാണ് വാട്ട് വി സ്റ്റഡി ഇൻ നെറ്റ് എക്സാം. സിമ്പിൾ വൺ. കമ്പ്യൂട്ടർ ആൻഡ് ICT. കമ്പ്യൂട്ടർ ആൻഡ് ICT ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് പഠിക്കണം. MOOC ഒക്കെ പഠിക്കാനുണ്ട്, മാസിവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ഉണ്ട്, പിന്നെ സ്വയം ഒക്കെ പഠിക്കാനുണ്ട്. ദാറ്റ് യു സ്റ്റഡി സെയിം ഇൻ B.Ed ആൻഡ് ഓൾസോ ഫോർ നെറ്റ്. അപ്പോൾ നെറ്റ് പഠിക്കുന്നവർക്ക് ഈ സത്യം പറഞ്ഞാൽ യൂണിറ്റ് 4, 5, 6 ഇറ്റ് ഇസ് വെരി സിമ്പിൾ ടു ക്രാക്ക്. ദ തിങ് യു ഷുഡ് ഫോക്കസ് അപ്പോൺ ഇസ് ഇഫ് യു ഡോണ്ട് നോ 1, 2 and 3. ദാറ്റ്സ് കറണ്ട് അഫയേഴ്സ്, പിന്നെ ജനറൽ സയൻസ് ആൻഡ് ഓൾസോ ലൈക്ക് 2 I think it won't be because ഇംഗ്ലീഷ് ഗ്രാമർ ആണ്. So basically നിങ്ങൾക്ക് ക്ലാസ്സസ് you should focus on, and also you should study more is current affairs and also with the unit 1. ജനറൽ സയൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഇതൊക്കെ ജസ്റ്റ് ഒരു ബ്രഷ് അപ്പ് മാത്രം മതിയാകും എന്നാണ്. ലൈക്ക് വെൻ യു സീ ദ ക്വസ്റ്റൻസ്, നമുക്ക് ക്വസ്റ്റൻസ് കാണുമ്പോൾ അറിയാൻ പറ്റും. ആൻഡ് കമ്പ്യൂട്ടർ ആൻഡ് ICT ആൻഡ് റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ, സെയിം ദാറ്റ് വാട്ട് യു സ്റ്റഡി ഇൻ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, എന്തൊക്കെയാണ് മെത്തേഡ്സ് ഇൻ റിസർച്ച്, വേരിയബിൾസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് റിസർച്ചിൻ ഇത് വരുന്നത്. പിന്നെ റിസർച്ചിന്റെ ടൂൾസ് എന്തൊക്കെയാണ്, ടൈപ്സ് ഓഫ് റിസർച്ച് നിങ്ങൾക്കറിയാലോ, പല ടൈപ്സ്, ഹിസ്റ്റോറിക്കൽ, ഡിസ്ക്രിപ്റ്റീവ്, അങ്ങനെയുള്ള ടൈപ്സുകൾ എന്തൊക്കെയാണ്. ദീസ് ആർ ദ തിങ്സ് ദാറ്റ് യു ലേൺ ഇൻ
beard, and also if you are preparing for net, it will be. So, ഒരു overlap ഉണ്ട് in net. For example, like in paper 1, you have teaching aptitude, research aptitude, communication, ICT, and comprehension. All these things are coming, like all these 5, and also mathematical reasoning is there, like number series, letter series. Or 6 topics in net is also like you have an overlap, but the question pattern is different. And also, as like ma'am said, tougher questions are പക്ഷേ the most of 90% of paper 1 questions, it will be easy. ഒരു കോൺസെപ്റ്റ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് സെറ്റ് എന്ന് പറയുന്നത്. പേപ്പർ 1, പ്രത്യേകിച്ച് പേപ്പർ 1 വളരെ ഈസിയാണ്, ക്രാക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് കൂടുതൽ കറണ്ട് അഫയേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത്, അതുപോലെ ജനറൽ സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത്, ബാക്കിയുള്ള യൂണിറ്റ്സ് എല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്ത് റിവൈസ് ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് എവറിഡേ റിവിഷൻ പോലെ പേപ്പർ 1 ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഔട്ട്. ഓക്കെ, സോ നൗ guys, I think I'm very clear with you the syllabus that is already discussed. ഇതൊക്കെയാണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ വരിക. കൂടുതലും ലൈക്ക് എന്താ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയാണ്. എന്താണ് നാക്കോ, UGC അതുപോലുള്ള കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേഷൻ, ഹൗ ഇറ്റ് ഗോസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അത് ഈ ഹയർ എഡ്യൂക്കേഷൻ പാർട്ടോട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അവിടെ ഒരു ഓവർലാപ്പിംഗ് ഉണ്ട്. ആക്ച്വലി ഈ നെറ്റിന്റെ സിലബസിലെ കുറെ കൂടെ ഒരു ഓവർലാപ്പ് ഉണ്ട്. പക്ഷെ എന്നാലും ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. Now, കുറച്ച് PYQs I have prepared, like we can check, like if you know, you can answer. Like it's a current affair based question. The first Indian city to be named a city of literature by the UNESCO Creating Cities Network. You'll be knowing the answer. If you know, like can you give the answer? All those guys in the YouTube and also in the chat, can you give the answer for this? The first Indian city by the UNESCO Creating Cities Network. So the answer is, you know, that everybody is saying Kozhikode. Yeah, yes, ma'am. Yes, answer is Kozhikode. It's Kozhikode. Okay, so these type of current affairs, it was a current affair, like recent current affair was there, and it was asked in the question. So preferably give like importance for the last 1 year. So like if the exam is conducted on January, we'll have a current affairs from January, this the 2024 January to 2024 December. That we'll have clear. And then going to the next question, what we have, fill up the blank choosing the correct option. People are mad dash money after, over, with, in. Like it's a grammar part that you have, like a reasoning, or like from the unit 2 that you have. Okay, obviously you know the answer, right? Because as you are all English literature students, you'll be knowing the answer. So people are mad after money. That's a correct answer, I think. I think you know the answer also, right? I think you're telling the answer also. Next one. This is a question from the mathematical reasoning part, where you have numerical ability. I told you, sum of 2 positive integers. Just I'm not explaining how you can do and all. We will deal with these things in the classes and all. So sum of 2 positive integers multiplied by the bigger number is 204, and the difference multiplied by the smaller number is 35. The numbers are so, like in our maths classes, we deal with all those basic things. We have that. So don't worry, like how we can do all these things, maths and all. It's like we can make it easy for you. No worries. I assure you that. It's 12 and 5 what we have the answer. So just to check, or just to tell you how the questions are coming in. That's what. And going to the next one. It's again from a general part. It's not a current affair actually. It is from the general science that you know, like social science, history you should study. The first environmental movement in India. First environmental movement in India. Chipko, Apiko movement, and then Vishnoi movement. All these are like important questions that we have. Like if you study these things, it means Vishnoi movement is the correct answer, led by Amrita Devi, the first environmental movement in India. Okay. And then coming to the next part. Yeah, again a coding question. This comes under the logical reasoning part, or the analytical ability part. That you have coding questions. You have letter coding in the in the net exam also. So numerical ability, or like analytical ability, or logical reasoning part you can associate with.
coding. So it is easy that if you study it will be easy. Just like STV, STYAD, like if you relate it with just a question. Again, yeah, this is a question from the like educational administration part. Like what type of centrally sponsored scheme of the Ministry of Human Resource and Development, that means Ministry of Education, stands for the development of secondary education in public throughout India. So when you read the question, you can get an idea like what is the centrally sponsored scheme, which is for the development of secondary education. So RUSA, RMSA, SSA, and DPEP. So RUSA, you know, it's for higher education. RMSA is for the secondary education. Rashtriya Madhyamik, that is for the secondary education development. So this type of question. Then who among the following was the first founder of Jainism? Like schools of philosophy, Jainism you have. So you should study that. And also it can come under the history or like general part. So it can be related with any other എന്താ പറയാ പല ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷെ എന്നാലും ഇതൊരു ലൈക്ക് ജൈനിസം നമ്മൾ പഠിക്കും, ഇതെല്ലാം അറിഞ്ഞു ലൈക്ക് ഫൗണ്ടർ ഒക്കെ പഠിക്കും നമ്മൾ. ഋഷഭ് ദേവ് ആണ് ആൻസറിൽ. ഓൺ ഡിമാൻഡ് അവൈലബിലിറ്റി ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം, ഇത് ICT പാർട്ടാണ്. കമ്മ്യൂണിക്കേഷൻ പാർട്ടിലെ ക്വസ്റ്റൻസ് ഇങ്ങനെയാണ് വരിക. നിങ്ങൾ ക്വസ്റ്റൻസ് കണ്ടാൽ തന്നെ ഇതെല്ലാം കഴിഞ്ഞ വർഷങ്ങളിലെ ചോദിച്ച PYQs ആണ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ക്വസ്റ്റൻസ് ആണ്. അപ്പൊ ഇതിനകത്തൊരു ഭയങ്കര ചേഞ്ച് ഒന്നും ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻസ് ഒന്നും സെറ്റിൽ ഇതുവരെ വന്നിട്ടില്ല. വി ക്യാൻ എക്സ്പെക്ട് ദാറ്റ് അങ്ങനെ ഒരു ഇതിലേക്ക് പോകാതെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ലൈക്ക് അങ്ങനെ പോകില്ല എന്ന് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻസിന്റെ പ്രാക്ടീസ് നമുക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വന്നാലും പേപ്പർ 1 ഒരു പേടിയില്ലാതെ നമുക്ക് ലൈക്ക് എന്താ പറയാ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റണം. ഇതിന്റെ ആൻസർ ലൈക്ക് ഇതൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ICT പാർട്ട് ക്വസ്റ്റൻസ് ആണ്. ഓൺ ഡിമാൻഡ് അവൈലബിലിറ്റി ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം റിസോഴ്സസ് എസ്പെഷ്യലി ഡേറ്റ സ്റ്റോറേജ് ആൻഡ് കമ്പ്യൂട്ടിംഗ് പവർ വിത്തൗട്ട് ഡയറക്റ്റ് ആക്റ്റീവ് മാനേജ്മെന്റ്, പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ് പറയുക. ഓക്കെ, സോ ഇതാണ് ഒരു ബേസിക് ഒരു പേപ്പർ 1 ഒരു ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയ എന്ന് പറയാം. ദിസ് ഇസ് ഹൗ വി അപ്രോച്ച് ഒരു പേപ്പർ 1 അപ്രോച്ച് എന്ന് പറയാം. ഞാൻ പറഞ്ഞൊരു രീതിയാണ്. ഒരു 6 യൂണിറ്റ് നമുക്കുണ്ട്. അതിന് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളിലേക്കാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ബ്രഷപ്പ് ചെയ്യുക. എല്ലാ ദിവസവും 5 ദിവസം നമുക്കിവിടെ ക്ലാസ്സുകളുണ്ട്. അപ്പൊ ബ്രഷപ്പ് ചെയ്യേണ്ട ക്ലാസ്സുകൾ അല്ലെങ്കിൽ ബ്രഷപ്പ് ചെയ്യേണ്ട ടോപ്പിക്സ് ഞാൻ പറഞ്ഞു. 4, 5, 6 യൂണിറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ബിഎഡിന് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അത് കുറച്ചുകൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്യണം. അതുപോലെ അറിയാത്തതായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ലൈക്ക് ന്യൂസ് പേപ്പർ റീഡിംഗ് ആണെങ്കിലും കൂടുതൽ ആർട്ടിക്കിൾസ് ആണെങ്കിലും വായിച്ച് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചാൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ അതർ എക്സാംസ് ഓൾസോ. RRBയോ PSC ഒക്കെ പോലുള്ള എക്സാംസിന് എഴുതാനും ഇറ്റ് ഇസ് വെരി യൂസ്ഫുൾ. ഒരു എക്സാംസിന് മാത്രം ഇതൊരു സെറ്റിന് അല്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് നിങ്ങൾ സെറ്റിന് വേണ്ടി മാത്രം ജനിച്ചു വരുന്നുള്ളതല്ലോ. എല്ലാ എക്സാംസും എഴുതി ഫെമിലിയർ ആയാൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. സോ കറണ്ട് അഫയേഴ്സ് ഒക്കെ എപ്പോഴും യൂസ്ഫുൾ ആണ്. ദാറ്റ് ഇസ് ഇറ്റ്. യെസ് മാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാനും പിന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽ കുറച്ച് കൊടുക്കാനും അങ്ങനെയാണ്. അപ്പോ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ഒരുപാട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അതുപോലത്തെ ക്വസ്റ്റ്യൻസ് വേറെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ജോബിൻ ഞാൻ എന്റെ ടോപ്പിക്കിലേക്ക് കിടക്കട്ടെ. ശരി. അപ്പൊ ഇംഗ്ലീഷ് നോക്കൂ. ഇംഗ്ലീഷും പേപ്പർ 1 കാര്യം പറഞ്ഞ പോലെ തന്നെ വളരെ വലിയ സിലബസ് ആണ്. ഞെട്ടിപ്പോവും, അത്രയും കുറേ ടോപ്പിക്സ് ഉണ്ട്. നമ്മൾ ക്രിസ്പായിട്ടുള്ള നോട്ട്സ് തരുകയും ഇതിലൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ചോസേഴ്സ് ഏജ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്ന യൂണിറ്റ് 1. പിന്നെ ഏർലി റിനൈസോൺസ് ഇൻ ഇംഗ്ലണ്ട്, ലേറ്റ് റിനൈസോൺസ് ഇൻ ഇംഗ്ലണ്ട്. അതിൽ ഓത്തേഴ്സിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതങ്ങനെ യൂണിറ്റ് 1 ട്രാൻസിഷണൽ പോയിട്രി വരെയാണ് പോണത്. അപ്പോൾ നമുക്ക് എല്ലാ ലിറ്റററി ഹിസ്റ്ററിയിലെ പീരിയഡ്സും വി ഷുഡ് നോ തറലി, ഓരോ ഓത്തോഴ്സും എവിടെയൊക്കെയാണ് വരണേന്നൊക്കെ. അതിനേക്കാളും പ്രധാനമായിട്ട് നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരണതെന്ന് അറിഞ്ഞിരിക്കണം. അതും നമ്മൾ ട്രെയിൻ ചെയ്തു തരാം. പിന്നെ യൂണിറ്റ് 2 റൊമാൻറ്റിസിസം മുതലാണ്. ഏകദേശം അതുപോലെയാണ് നമ്മുടെ എൻസൈക്ലോപീഡിയ ഇരിക്കുന്നത്. കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം അതിലും റൊമാൻറ്റിസിസത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്, സെക്കൻഡ് എൻസൈക്ലോപീഡിയ. നിങ്ങൾക്ക് ചിലർക്ക് അത് ഉണ്ടാവുമായിരിക്കും. അത് യൂണിറ്റ് 3. ഇത് എൻസൈക്ലോപീഡിയ പോലെ തന്നെ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഓഫ് ദ 20th century വെച്ചിട്ടാണ് തേർഡ് യൂണിറ്റ് തുടങ്ങുന്നത്. ഇതിൽ ഒരുപാട് ഓതേഴ്സിനെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തന്നെയും വളരെ മേജർ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പിന്നെ അമേരിക്കൻ ഇന്ത്യൻ ന്യൂ ലിറ്ററേച്ചേഴ്സ് ഒരുമിച്ച് ഒറ്റ യൂണിറ്റ് ആണ്.
പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ 2020 അല്ലെങ്കിൽ 22 ഒക്കെ കാളും ഭയങ്കരമായിട്ട് ഇന്ത്യൻ ന്യൂ ലിറ്ററേച്ചേഴ്സിനും പിന്നെ ഇന്ത്യനും ഫോക്കസ് ഉണ്ട്. മുമ്പത്തേനേക്കാളും കൂടുതലായിട്ട് ഈ പീരിയഡിൽ ഫോക്കസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഇതുപോലെ അമേരിക്കൻ ലിറ്ററേച്ചർ എല്ലാം 20th സെഞ്ചുറി വരെ പോയിട്ട് പിന്നെ ഇന്ത്യൻ പോയിട്രി തുടങ്ങുകയാണ്. ബിഗിനിങ്സ് ഓഫ് ഇന്ത്യൻ പോയിട്രി അങ്ങനെയാണ് തുടങ്ങണമെന്നുണ്ടെങ്കിലും സാൻസ്ക്രിറ്റ് പോയിറ്റിക്സ് ഇസ് ഓൾസോ ദയർ. കണ്ടോ, ഇന്ത്യൻ അതിൽ സാൻസ്ക്രിറ്റ് എന്ന് അവർ പറഞ്ഞിട്ടില്ല, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ സാൻസ്ക്രിറ്റ് ഉണ്ട്. പിന്നെ ആഫ്രിക്കൻ ലിറ്ററേച്ചർ, കരീബിയൻ ലിറ്ററേച്ചർ, കനേഡിയൻ, ഓസ്ട്രേലിയൻ, ഇതിലൊക്കെ വളരെ ഫേമസ്. ഈ പറഞ്ഞതല്ലാതെയും ചിലപ്പോൾ ചോദിക്കുന്നുണ്ട്, പക്ഷെ അധികവും ഈ പറഞ്ഞിട്ടുള്ള ഓത്തേഴ്സ് തന്നെയാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് പേടിക്കണ്ട. പിന്നെ സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചറും കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ സിംഗപ്പൂരിലെയും പാകിസ്ഥാനിലെയും അങ്ങനത്തെ അഫ്ഗാനിസ്ഥാനിലെയും ഒക്കെ വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് റോളാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിനും ലിംഗ്വിസ്റ്റിക്സിനും ഉള്ളത്. അതിൽ നിന്ന് വളരെ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. വേർഡ്സിനെ പറ്റിയിട്ട്, ഗ്രാമർ റൂൾസിനെ പറ്റിയിട്ട്, പിന്നെ ഓരോ ടേംസിനെ പറ്റിയിട്ട്, അങ്ങനെയൊക്കെ പലതരം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നല്ലോണം ഫോക്കസ് ചെയ്യണം, ലിംഗ്വിസ്റ്റിക്സിലും ELTയിലും. ഈ പറഞ്ഞിട്ടുള്ള ഓരോ പോയിന്റും നമ്മൾ പഠിക്കണം, ഓരോ പോയിന്റിനെ പറ്റിയിട്ടും പഠിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം, അരിസ്റ്റോട്ടിൽ തൊട്ട് തുടങ്ങി. പക്ഷെ അരിസ്റ്റോട്ടിലിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ജോൺസണിലേക്ക് ചാടുകയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ റൊമാൻറ്റിസിസം, പിന്നെ ആർണൾഡ്, പിന്നെ ന്യൂ ക്രിറ്റിസിസത്തിൽ വില്യം എംസൺ, റിച്ചർഡ്സ് ഒക്കെ. പിന്നെ അങ്ങനെ തിയറി തുടങ്ങുകയാണ്, മാർക്സിസം, സോഷ്യോർ സൈക്കോഅനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഈസ്തറ്റിക്സ്. അപ്പൊ ഇന്ത്യൻ ലിറ്ററേച്ചർ ചോദിക്കില്ല, പക്ഷെ എന്നാലും കാളിദാസൻ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ കേട്ടോ, അതൊന്ന് ബേസിക് ആയിട്ട് നോക്കി വെക്കണം. പിന്നെ ഭാവ, വക്രോക്തി, ധ്വനി, അതിനൊക്കെ വളരെ ബേസിക്. ആരാണ് ഇത് എഴുതിയത്, അല്ലെങ്കിൽ ഇതിന്റെ പ്രപ്പൗണ്ടർ, അങ്ങനെയൊക്കെ. ഇത്രയുമാണ് പഠിക്കാനുള്ളത്. ഇത് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഡീപ്പായിട്ട് പോകണ്ട, പക്ഷെ ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ പോയിന്റും വിടാതെ അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ ജോബിൻ ചെയ്ത പോലെ കുറച്ച് PYQs നോക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും എന്ത് തരം ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്, വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ദേ ആസ്ക് എന്നുള്ളത്. ഒന്ന് പ്രധാനമായിട്ട് ചോദിക്കുന്നത് മറ്റേ ELTയെ പറ്റിയിട്ടാണ്. അതിനകത്തെ ബ്ലൂംസ് ടാക്സോണമി, ബേസിക് കാര്യങ്ങൾ കുറേ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ELT പേഴ്സൺ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ചില ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം. ദി ഓൺലി വുമൺ ഹു ഫൈൻഡ്സ് മെൻഷൻ ഇൻ ലിറ്റൻ സ്ട്രാച്ചീസ് ബയോഗ്രഫി, ബുക്ക് ഓഫ് ബയോഗ്രഫീസ് കോൾഡ് എമിനന്റ് വിക്ടോറിയൻസ്. അപ്പൊ അത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ 4 പേരുടെ ബയോഗ്രഫിയാണ് അതിലുള്ളത് എന്ന് പഠിക്കുന്നുണ്ട്. അതിലൊന്ന് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്, അത് ബുദ്ധിമുട്ടില്ല. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് മാച്ച് ദ ഫോളോയിങ് ആണ്, അതും ബുക്സ് തന്നെയാണ്. പക്ഷെ ഒരെണ്ണം ഫോർ എക്സാമ്പിൾ എല്ലാം ഷേക്സ്പിയറിന്റെ റീടെല്ലിങ്സ് ഒക്കെയാണ്. ടോം സ്റ്റോപ്പേർഡ് അത് മാച്ച് ചെയ്യുന്നത് റോസൻ ക്രാൻസ് ആൻഡ് ഗിൽഡൻസ്റ്റേൺ ആർ ഡെഡ് ആയിട്ടാണ്, അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഹൊവാർഡ് യാക്കബ്സൺ അത് മാച്ച് ചെയ്യുന്നത് ഷൈലക് ഇസ് മൈ നെയിം, അത് വളരെ പ്രശസ്തമാണ്. ഇപ്പോൾ അക്കിര കുറോസാവയുടെ മൂവി ഉണ്ട് കിങ് ലിയറിനെ ബേസ് ചെയ്തിട്ട്, റാൻ. പിന്നെ അനിയ ലൂംബായുടെ ഔട്ട്സൈഡേഴ്സ് ഇൻ ഷേക്സ്പിയർ. ഇങ്ങനെ 4 എണ്ണത്തിന്റെ മാച്ച് ദ ഫോളോയിങ് ആണ് ഉള്ളത്. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കാണുന്നത് ഓരോ ബുക്സിൽ നിന്നുള്ള കൊട്ടേഷൻസ് ആണ്. അപ്പൊ നമ്മൾക്ക് പഠിക്കാനുള്ള ബുക്സിലൊക്കെ മേജർ കൊട്ടേഷൻസിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം, അതും ഞങ്ങൾ ചെയ്യാം. ഇവിടെ ഒരെണ്ണം കൊടുത്തേക്കുന്നത് മാരേജ് ഇസ് ബട്ട് എ സെറിമോണിയൽ ടോയ്, അങ്ങനെ പറഞ്ഞത് മെഫിസ്റ്റോഫിലിസ് ആണ് ഡോക്ടർ ഫോസ്റ്റസിൽ. അപ്പോൾ ഇങ്ങനത്തെ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള കോട്ടാണ്. വി ഹാവ് ടു മേക്ക് എ ലിസ്റ്റ് ഓഫ് ഇറ്റ് ആൻഡ് സ്റ്റഡി ഇറ്റ് എന്നുള്ള മാത്രമാണ്. പിന്നെ കണ്ടംപററി ആയിട്ടുള്ള കുറേ അപ്രോച്ചസ്, എക്കോ ഫെമിനിസം, അല്ലെങ്കിൽ പിന്നെ കൾച്ചർ സ്റ്റഡീസിലെ ഓരോ അപ്രോച്ചസ്, അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ഒന്ന് ചോദിച്ചിരിക്കുന്നത് വന്ദന ശിവ ആരുടെ കൂടെ ചേർന്നിട്ടാണ്, അലോങ് വിത്ത് ഹൂം ഡിഡ് വന്ദന ശിവ റൈറ്റ് എക്കോ ഫെമിനിസം എന്നൊരു ചോദ്യമുണ്ട്. മെരിയ മെയ്സ് എന്ന് പറയുന്ന സ്ത്രീയായിട്ട് ചേർന്നിട്ടാണ്, അതാണ് ഉത്തരം. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നോക്കിയിട്ട് വന്ദന ശിവയെ കൊണ്ട് ചോദിച്ചത് കാരണം അതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കി പഠിക്കാം, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്.
പിന്നെ ഒരു തരം ക്വസ്റ്റ്യൻ ഉള്ളത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് സോണറ്റ്സ് ആർ ട്രൂ? സോണറ്റുകളെ പറ്റിയിട്ട് 4 സെന്റൻസ് ആണ് കൊടുത്തേക്കുന്നത്. അതിൽ തെറ്റായിട്ടുള്ളത് പെട്രാർക്കൻ സോണറ്റിന്റെ റൈം സ്കീം എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് ഇംഗ്ലീഷ് സോണറ്റിന്റെ റൈം സ്കീമാണ്. അതാണ് അതിലെ തെറ്റ്. അത് പഠിക്കുന്ന ഒരാൾക്ക് എളുപ്പമാണ്. പിന്നെ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഡിസ്റ്റോപ്പിയൻ നോവൽ? ഈ മാതിരിയുള്ള ഒരുപാട് ടേംസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. മെനി ക്വസ്റ്റ്യൻസ് ആർ ബേസ്ഡ് ഓൺ ടേംസ്. ഫാരൻഹീറ്റ് 451, പിന്നെ ബ്രേവ് ന്യൂ വേൾഡ്, 1984, ഇത് 3 ഡിസ്റ്റോപ്പിയൻ നോവൽസ് ആണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. അത് വളരെ പ്രധാനമാണ്, അത് അറിഞ്ഞിരിക്കണം. പിന്നെ ഒരെണ്ണം ചോദിച്ചിട്ടുള്ള അത്ര നമുക്ക് അറിയാത്തതാണ്. അത് ഫ്രെഡറിക് ജെയിംസന്റെ ആർക്കിയോളജീസ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടാണ്. അത് ഡിസയർ, ഉട്ടോപ്യ എന്ന ഡിസയറിനെ പറ്റിയിട്ടാണ്. ഡിസ്റ്റോപ്പിയ പറ്റിയിട്ടല്ല, ഉട്ടോപ്യ എന്നാണ് അതിൽ ടൈറ്റിൽ വരുന്നത്. ഉട്ടോപ്യ ഒരു ഡിസയർ ആയിട്ടാണ്. അപ്പോൾ അതാണ് ഉത്തരം. പക്ഷെ അത് എളുപ്പമുള്ള ചോദ്യമാണ്, കാരണം അതിൽ 3 എളുപ്പമാണ്, ഡിസ്റ്റോപ്യൻ ആണെന്ന് നമുക്ക് അറിയാം. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ഓരോ ഫേമസ് ആയിട്ടുള്ള നാടകത്തിലെയോ നോവൽസിലെയോ ക്യാരക്ടേഴ്സ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. എഡ്വേർഡ് നോവൽ എന്തുള്ള ക്യാരക്ടറാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ ആണ്, ബെൻ ജോൺസൺ. അങ്ങനത്തെ കുറേ ചോദ്യങ്ങളുണ്ട് ക്യാരക്ടർ ബേസ്ഡ് ആയിട്ട്. അപ്പൊ നമ്മുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കും? നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അത് വളരെ അധികം അനലിറ്റിക്കലായിട്ട് പരിശോധിച്ച് എന്തൊക്കെ തരം ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് പഠിക്കാം. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഓൾറെഡി മെറ്റീരിയൽ ഉണ്ട്, അത് പഠിപ്പിച്ച് തുടങ്ങാനായിട്ട് റെഡിയാണ്. അപ്പോ വേറെ ഒന്ന് കാണുന്നത് കുറെ മൂവ്മെന്റ്സ് പറഞ്ഞിട്ട് അതിൽ ഏത് ഓത്തറാണ് അതിൽ ഇല്ലാത്തത്? വിച്ച് ഓഫ് ദീസ് ഓത്തേഴ്സ് ഡസ് നോട്ട് ബിലോങ് ടു ദിസ് മൂവ്മെന്റ്? അങ്ങനെ മെറ്റഫിസിക്കൽ പോയിട്രിയെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു തരം ചോദ്യം ഉള്ളത്, ഒരു ഇവന്റ് പറഞ്ഞിട്ട് അതിന്റെ വർഷം എന്താന്ന് ചോദിക്കാം. ഗ്ലോറിയസ് റെവല്യൂഷൻ, അങ്ങനത്തെ സോഷ്യോ പൊളിറ്റിക്കൽ ഇവന്റ്സ് പറഞ്ഞിട്ട് അത് ഏത് വർഷത്തിലാണ് നടന്നതെന്ന് ചോദിക്കുക. അത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാം, പക്ഷെ അത് എളുപ്പമാണ് താനും. പിന്നെ ഒരുപാട് കൊട്ടേഷൻസ് ഉണ്ട്. അത് ബുക്കിൽ നിന്ന് മാത്രമല്ല, ഒരു ക്യാരക്ടറിനെ പറ്റി അല്ലെങ്കിൽ ഒരു ബുക്കിനെ പറ്റി ഇതാരാണ് പറഞ്ഞത്, അങ്ങനത്തെ ചോദ്യങ്ങളും കാണാനുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ എൻസൈക്ലോപീഡിയയിൽ തന്നെ കുറേ ചോദ്യങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. ഞാൻ എൻസൈക്ലോപീഡിയ പഠിച്ചവർക്ക് എഴുതാൻ പറ്റുന്ന കുറേ ചോദ്യമുണ്ട്. ഇപ്പോൾ എൻസൈക്ലോപീഡിയയുടെ ഒരു സ്റ്റുഡൻറ് എഡിഷൻ വന്നിട്ടുണ്ട്. അത് വളരെ ചീപ്പാണ്. 7 എൻസൈക്ലോപീഡിയ വാങ്ങിക്കുന്നതിന് വരെ 3 എൻസൈക്ലോപീഡിയ വാങ്ങിച്ചാൽ മതി. അതിന് പൈസയും വളരെ കുറവാണ്. അതുകൊണ്ട് അത് വാങ്ങിച്ച് പഠിക്കുന്നവർക്ക് ഇത് വളരെ ഉപകരിക്കും എന്ന് തോന്നുന്നു. കാരണം മിക്ക കാര്യം എൻസൈക്ലോപീഡിയയിൽ ഉണ്ട്. ഫോർ എക്സാമ്പിൾ മേരി വോൾസ്റ്റൺക്രാഫ്റ്റിന്റെ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മെന്നിനെ പറ്റി, ചാൾസ് ലാംബിന്റെയും മേരി ലാംബിന്റെയും ടെയിൽസ് ഫ്രം ഷേക്സ്പിയറിനെ പറ്റി, ജെയിൻ ഓസ്റ്റിന്റെ എപ്പിസ്റ്റോളറി നോവലിനെ പറ്റി, പിന്നെ ഷെല്ലിയുടെയും ബൈറന്റെയും വാൾട്ടർ സ്കോട്ടിന്റെയും കീറ്റ്സിന്റെയും പോംസിനെ പറ്റി, അതൊക്കെ മാച്ച് ദ ഫോളോയിങ്, അങ്ങനെയൊക്കെ. ഇതൊക്കെ എളുപ്പമുള്ളതാണ്. ഷെല്ലിയുടെ എപ്പിസൈക്കിഡിയോൺ, ബൈറന്റെ ദ വിഷൻ ഓഫ് ജഡ്ജ്മെന്റ്, വാൾട്ടർ സ്കോട്ടിന്റെ ലേ ഓഫ് ദ ലാസ്റ്റ് മിൻസ്ട്രൽ, പിന്നെ കീറ്റ്സിന്റെ ഇസബെല്ല. ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പറയാണ്. 2024 കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പറയാണ് ഞാൻ. അതെ, ഈ വർഷത്തെ. പിന്നെ വേഴ്സ് ഡ്രാമകളെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പിന്നെ കവിതകളിലെ കൊട്ടേഷൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ലിറ്റററി ടേംസ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ന്യൂ ഗേറ്റ് നോവൽസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഇത് തന്നിട്ട് ക്യാരക്ടേഴ്സിനെ പറ്റി ചോദിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. വിൽക്കിൻസ് മിക്കോബർ എന്തിലെ ക്യാരക്ടറാ, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് പോം ഇൻ വിച്ച് GM ഹോപ്കിൻസ് യൂസ്ഡ് സ്പ്രങ് റിതം. പിന്നെ കുറെ ക്യാരക്ടേഴ്സ് തന്നിട്ട് ഫെയർവെൽ ടു ആംസ് ആണ് ഉത്തരം. അതിലെ ക്യാരക്ടേഴ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിലും ഒക്കെ അതിൽ പറഞ്ഞിട്ടുള്ള ഓത്തേഴ്സിനെ പറ്റിയുള്ള ചോദ്യങ്ങളുണ്ട്. ഡേവിഡ് വില്യംസന്റെ നാടകങ്ങൾ തന്നിട്ട് അത് ആരാണ് എഴുതിയേ. ജൂഡിത്ത് റൈറ്റിന്റെ ബുക്സ് തന്നിട്ട് അത് ഏതാണ് 2003 പബ്ലിഷ് ചെയ്തത്. പിന്നെ ക്ലെയർ ഹാരിസ് കനേഡിയൻ റൈറ്ററാണ്, കരീബിയൻ കനേഡിയൻ റൈറ്ററാണ്. അവരുടെ ബുക്ക് തന്നിട്ട്
ബുക്സ് തന്നിട്ട് അത് ആരാണ് എഴുതിയത്. അപ്പൊ സിലബസ് ഉള്ളതുകൊണ്ട്, സിലബസിൽ ഇത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, അത് അങ്ങനെ പഠിക്കാം. അപ്പൊ നമ്മൾ അതെല്ലാം മെറ്റീരിയലും നിങ്ങൾക്ക് തരാം. പിന്നെ ഞാൻ ഇപ്പൊ എൻ്റെ എൻസൈക്ലോപീഡിയ ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതിൽ ചോദിച്ചിട്ടുണ്ട്. I.A. റിച്ചർഡ്സിന്റെ അപ്പറ്റൻസസ് ആൻഡ് അവേർഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം, ആ ടേംസിനെ പറ്റിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻവയൺമെന്റലിസത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടെന്ന്. റേച്ചൽ കാസന്റെ 3 ബുക്സ് തന്നിട്ട് 4ാമത്തെ ഒരെണ്ണം കൂടി പറഞ്ഞിട്ട് അതിൽ ഏതാണ് റേച്ചൽ കാസൻ എഴുതാത്തത്. റേച്ചൽ കാസന്റെ സൈലന്റ് സ്പ്രിംഗ് എല്ലാവർക്കും അറിയാം, അത് ഫേമസ് ആണ്. പക്ഷെ മറ്റ് 2 നമ്മൾ സാധാരണ നോക്കാറില്ല. പക്ഷെ അതൊക്കെ അങ്ങനെയും കൂടി പഠിക്കണം. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു എനിക്ക് തന്നെ ഒരു നല്ല പഠനമായിട്ട് മാറും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഐ എം സോ എക്സൈറ്റഡ്. There are also questions on ആനന്ദവർദ്ധന, ഭവഭൂതി, ഭർതൃഹരി. എൻ്റെ അച്ഛൻ സംസ്കൃതം പ്രൊഫസർ ആയിരുന്ന ആളാണ്. അച്ഛൻ എനിക്ക് നല്ല മെറ്റീരിയൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അച്ഛൻ പഠിപ്പിക്കുകയും ചെയ്യും ഇതൊക്കെ. സംസ്കൃതത്തിന്റെ കാര്യം പേടിക്കാനേ ഇല്ല. കൾച്ചർ സ്റ്റഡീസ് ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, കൾച്ചർ ഇസ് ഓർഡിനറി, അത് റെയ്മൺ വില്യംസിൻ്റെയാണ്, അതിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പിന്നെ 2-3 ചോദ്യം കണ്ടു നൊബേൽ ലോറിയേറ്റ്സിനെ പറ്റിയിട്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? they want to know, they want to check whether you have updated knowledge. പത്രം വായിക്കുന്നുണ്ടോ, നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുന്നുണ്ടോ, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ലിറ്ററേച്ചറിലെ കറന്റ് അഫയേഴ്സും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നർത്ഥം. ഇതിൽ ഒരു 60-70% എനിക്ക് തോന്നുന്നു ഞാൻ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പഠിപ്പിക്കുന്ന സാധാരണ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ ഇതിൽ ലാംഗ്വേജിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലാണ്, നെറ്റിലുള്ളതിനേക്കാളും കൂടുതലാണ്. ദളിത് ലിറ്ററേച്ചറിനെ പറ്റി പല ചോദ്യങ്ങളുണ്ട്. സാവിത്രിബായി ഫുലെയെ പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ദളിത് ഓട്ടോബയോഗ്രഫി ഇൻ മറാഠി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കറണ്ട് അഫയർ സ്റ്റൈലാണ്, ആദ്യത്തെ ഏതായിരുന്നു എന്നുള്ള പോലെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് വെച്ചിട്ട് പഠിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിലാണ് നടക്കുന്ന പരീക്ഷ. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്, നമുക്ക് 2-3 മാസമുണ്ട്. അതുകൊണ്ട് ഇത് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അത് ഒരുപാട് വലിച്ചു വാരി പഠിക്കാതെ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിലെ പബ്ലിക് ലൈവ് നിർത്തുകയാണ്. ഇത് കേട്ടവർക്കൊക്കെ ഇത് ഉപകരിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സൂമിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. നിങ്ങൾക്ക് പല ചോദ്യങ്ങളൊക്കെ